ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നമ്മുടെ ഭഗവത്ഗീതയുടെ 4-ാമത്തെ ക്ലാസ്സിൽ അർജുന വിഷാദയോഗമെന്ന 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് കണ്ടത്. ഇനി ഈ 5-ാമത്തെ ക്ലാസ്സിൽ 16 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാം. ഓം ശ്രീ പരമാത്മനേ നമഃ. പ്രഥമോധ്യായഃ അർജുന വിഷാദയോഗഃ. ശ്ലോകം 16. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പാഞ്ചജന്യം എന്ന ശംഖിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളിച്ചു. അർജുനൻ ദേവദത്തവും ഭീമകർമാവായിട്ടുള്ള വൃകോദരൻ പൗണ്ഡ്രം എന്ന ശംഖും വിളിച്ചുവെന്നാണ്. ഈ ശ്ലോകത്തിൽ രാജാ കുന്തിപുത്രനെന്ന് ധർമ്മപുത്രരെ വിശേഷിപ്പിച്ചുകൊണ്ട് സഞ്ജയൻ പറയുന്നു, യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖവും നകുല സഹദേവന്മാർ സുഘോഷവും മണിപുഷ്പകവും എന്ന 2 ശംഖങ്ങളുമാണ് മുഴക്കിയതെന്ന്. ശ്ലോകം 17-18. കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ. കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്മുഃ പൃഥക് പൃഥക്. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്മുഃ പൃഥക് പൃഥക്. വില്ലിൻ്റെയും അമ്പിൻ്റെയും പ്രയോഗത്തിൽ സമർത്ഥനായ കാശിരാജാവ്, മഹാരഥനായ ശിഖണ്ഡി, അതുപോലെ ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, ദ്രൗപദീപുത്രന്മാർ, മഹാബാഹുവായിട്ടുള്ള സൗഭദ്രൻ എന്നിങ്ങനെ ഇവർ എല്ലാ ഭാഗത്തു നിന്നും ശംഖം മുഴക്കിയത് കൃത്യമായിട്ട് വകതിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. അതായത് പാണ്ഡവപക്ഷത്തെ ശംഖൊലികൾ വളരെ അച്ചടക്കത്തോടെയും മര്യാദകൾ പാലിച്ചുകൊണ്ടുമായിരുന്നു എന്ന് പറയുന്നു. ശ്ലോകം 19. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. എങ്ങും നിറഞ്ഞു നിന്ന പാണ്ഡവപക്ഷത്തിൻ്റെ ആ ശംഖനാദം ഭൂമിയെയും ആകാശത്തെയുമൊക്കെ പ്രതിധ്വനി കൊള്ളിച്ചു. പക്ഷേ അത് ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. ദൈവീസമ്പന്നന്മാരുടെ ഐക്യവും വെല്ലുവിളിയും ആസുരബുദ്ധികൾക്ക് മർമ്മഭേദകമായിരിക്കും എന്ന് സൂചന. തുടർന്ന് യുദ്ധത്തിനുള്ള പുറപ്പാടായി. ഇരു സൈന്യവും സജ്ജമായ മുഹൂർത്തത്തിൽ അണിനിരന്നിരിക്കുന്ന കൗരവപ്പടയെ കണ്ടിട്ട് അർജുനൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് സഞ്ജയൻ പറയുന്നത് നോക്കാം. ശ്ലോകം 20. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ
ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ എന്നാരംഭിക്കുന്നു. അഥ എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. ഇവിടെ ഗീതയിലെ ഗൗരവമുള്ള ഉപദേശഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. വ്യാസാചാര്യരുടെ ഓരോ പദപ്രയോഗവും അതാത് സന്ദർഭത്തിന് തികച്ചും ചേരുന്നതാണ്. ഗീതയിൽ എവിടെയും ഒരു വാക്കുപോലും മാറ്റി പകരം മറ്റൊന്ന് വയ്ക്കാനാവില്ല എന്നതാണ് സത്യം. കപിധ്വജ എന്നതുകൊണ്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും അർത്ഥമാക്കുന്നു. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ ഹനുമാൻ സ്വാമിയും ഭീമസേനനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി ഭീമസേനന് ഒരു വാക്കു കൊടുത്തിരുന്നു. സമയമാകുമ്പോൾ പാണ്ഡവപക്ഷത്തിന് തുണയേകാൻ താൻ എത്തിക്കൊള്ളാമെന്ന്. യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായി കൃഷ്ണൻ എത്തിയപ്പോൾ അത്യപൂർവമായ വേഗതയിൽ പോകുന്ന തേരിൻ്റെ ചക്രങ്ങൾ നിലം തൊടാതെ പറക്കുവാൻ തുടങ്ങി. അപ്പോൾ പാണ്ഡവരുടെ അപേക്ഷയനുസരിച്ച് അർജുനൻ്റെ ധ്വജത്തിന് മുകളിൽ വന്നിരിക്കാമെന്ന് ഹനുമാൻ സ്വാമി സമ്മതിച്ചു. അപ്രകാരം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അർജുനനെ കപിധ്വജനെന്ന് പറയുന്നത്. മറ്റൊരു കഥ കേട്ടിട്ടുള്ളത് ശ്രീരാമാവതാരത്തിൽ ഹനുമാന് കിട്ടിയ വരമനുസരിച്ച് കൃഷ്ണാവതാരത്തിൽ വീണ്ടും ഭഗവാനെ സേവിക്കാൻ ഭാരതയുദ്ധഭൂമിയിൽ അർജുനൻ്റെ ധ്വജത്തിന് മുകളിൽ അശരീരനായി പ്രതിഷ്ഠിതനായി. അർജുനനോടൊപ്പം ഹനുമാൻ സ്വാമിക്ക് ഗീതോപദേശം കേൾക്കുവാനും കൂടിയായിരുന്നു ഈ അനുഗ്രഹം. ഹനുമാൻ സ്വാമി എഴുതിയ പൈശാച ഗീത എന്നൊരു ഗീതാഭാഷ്യമുണ്ടത്രേ. ഏറ്റവും പുരാതനമായ ഭാഷ്യമായതുകൊണ്ടും അശരീരനായിട്ടിരുന്ന് ഗീത ശ്രവിച്ചതുകൊണ്ടുമാണത്രേ ഹനുമത് പൈശാച ഗീത എന്നതറിയപ്പെടുന്നത്. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് കാണാം. അഥവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ. ഇതാണല്ലോ ശ്ലോകം. അപ്പോൾ നമ്മൾ പറഞ്ഞു അഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ഒരു പ്രത്യേക കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്ന്. സഞ്ജയൻ പറയുന്നു ധാർത്തരാഷ്ട്രാൻ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ. അനന്തരം ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിന് സജ്ജരായി നിൽക്കുന്നത് കണ്ടിട്ട് പാണ്ഡുപുത്രനായ അർജുനൻ വില്ല് കയ്യിലെടുത്തു ധനുരുദ്യമ്യ പാണ്ഡവഃ എന്ന്. ഇവിടെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളത് 19ാം ശ്ലോകം വരെ യുദ്ധത്തിൻ്റെ ആമുഖമാണ്. അത് സഞ്ജയൻ രാജാവിനോട് വിവരിക്കുന്നതാണ് നാം കാണുന്നത്. 20ാമത്തെ ശ്ലോകത്തിൽ അധ എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്നത് ഒരു വഴിത്തിരിവിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. സംസ്കൃതത്തിൽ ഒരു വിഷയത്തിലോ സന്ദർഭത്തിലോ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് അധ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഗീതയിലെ ഗൗരവമുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. കൗരവന്മാരും പാണ്ഡവന്മാരും വാദ്യങ്ങൾ മുഴക്കി തങ്ങൾ യുദ്ധത്തിന് സജ്ജരാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശരവർഷം തുടങ്ങാൻ പോകുന്ന നിമിഷങ്ങളാണ്. ഇതിനെയാണ് വ്യാസാചാര്യർ ശസ്ത്രസമ്പാദേ പ്രവൃത്തെ, ശസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിനായി സജ്ജരായി. പാണ്ഡുപുത്രനായ അർജുനൻ വില്ല് കയ്യിലെടുത്തു. എന്നാൽ അമ്പെയ്യുന്നതിന് തൊട്ടു മുമ്പ് അർജുനൻ ചിന്തിച്ചു, എൻ്റെ ഈ ശരങ്ങളാൽ നശിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ നശിപ്പിക്കാൻ പോകുന്ന ഈ മനുഷ്യരെ ഒന്ന് അവസാനമായി കാണട്ടെ എന്ന്. അവരുടെ മുഖങ്ങളൊന്ന് കാണാനായി രഥം 2 സേനയുടെയും മധ്യത്തിൽ നിർത്തുവാൻ അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെടുന്നു. അതാണ് 21ാമത്തെ ശ്ലോകത്തിൽ നാം കാണാൻ പോകുന്നത്. അർജുനൻ തൻ്റെ വില്ലെടുത്ത് അമ്പെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് അയാളുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെയൊരു ചിന്ത കടന്നു വരുന്നത്. അർജുനൻ്റെ ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഭഗവത്ഗീത ജനിക്കുന്നത് എന്ന് പറയാം. ഈ ഒരു നിമിഷം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഗീതോപദേശം നടക്കുമായിരുന്നില്ല, വ്യാസാചാര്യർ ഗീത രചിക്കുമായിരുന്നില്ല. ഈ ഭാഗത്ത് അർജുനനെ കപിധ്വജൻ, ഹനുമാൻ സ്വാമി കൊടിയടയാളമായിട്ടുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു.
ഓരോ വീരനും തൻ്റേതായ അടയാളമുള്ള കൊടിയുണ്ടായിരുന്നു. അർജുനൻ്റെ കൊടിയിൽ രാമഭക്തനായ ഹനുമാൻ സ്വാമിയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പേ കണ്ടിരുന്നു. വ്യാസാചാര്യൻ ഇവിടെ ഹനുമാൻ എന്നതിന് പകരം മനഃപൂർവ്വം കപിധ്വജൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കപി എന്നാൽ കുരങ്ങൻ. കുരങ്ങൻ ചഞ്ചലമായ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അർജുനൻ്റെ മനസ്സ് ഈ ഘട്ടത്തിൽ ചഞ്ചലമാകാൻ തുടങ്ങുകയാണ് എന്ന് വ്യാസൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കാം. ചഞ്ചലാത്മിക മനഃ, മനസ്സിൻ്റെ സ്വഭാവം തന്നെ ചഞ്ചലത്വമാണ്, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ബുദ്ധി നിശ്ചയാത്മികയാണ്. നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് പറയുന്നത്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ബുദ്ധി ഉറച്ചതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഗീതയുടെ പഠനം തന്നെ ചഞ്ചലമായ മനസ്സിൽ നിന്ന് സ്ഥിരതയുള്ള ബുദ്ധിയിലേക്കുള്ള അഥവാ ജീവിത വിജയത്തിലേക്കുള്ള ഒരു യാത്രയാണ്. 21 ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ അർജുനൻ കൃഷ്ണനോട് ഇപ്രകാരമുള്ള വാക്യത്തെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സഞ്ജയൻ നിർത്തുന്നു. അതാണ് ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ എന്നാണ് 21 ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി. 2 വരി മുതൽ അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്. അർജുന ഉവാച എന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് 21 ശ്ലോകത്തിൻ്റെ ആദ്യ വരി കൂടി നമുക്കിപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കാം. ശ്ലോകം 21 ആദ്യത്തെ വരി: ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. സഞ്ജയൻ്റെ ഋഷികേശ എന്ന പദപ്രയോഗവും ശ്രദ്ധാർഹമാണ്. ഋഷികങ്ങളുടെ ഈശൻ അഥവാ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ കൃഷ്ണൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഋഷികേശം തഥാവാക്യം, ഇന്ദ്രിയജയം നേടിയവനായ കൃഷ്ണനോട് ഇപ്രകാരമുള്ള വാക്യത്തെ അർജുനൻ പറഞ്ഞു എന്ന് സഞ്ജയൻ പറയുന്നു. ഈ ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അർജുനൻ വില്ല് കയ്യിലെടുത്ത് അമ്പെയ്യാൻ തയ്യാറായിരുന്നു. ആ സമയത്താണ് അർജുനന് ഇങ്ങനെയൊരു ചിന്ത വന്നത്. ഇതിൻ്റെ അർത്ഥം അർജുനന് ശത്രുസേനയെ പേടിയുണ്ടായിരുന്നില്ല. അർജുനൻ്റെ ആ വിഷാദം ഭയം കൊണ്ടുമായിരുന്നില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. തുടർന്ന് അർജുനൻ്റെ ചോദ്യങ്ങളും സഞ്ജയൻ അത് വിവരിക്കുന്നതുമാണ് 1 അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ കാണുന്നത്. അർജുന ഉവാച എന്ന് തുടങ്ങുന്ന അർജുനൻ കൃഷ്ണനോട് പറയുന്ന ശ്ലോകങ്ങൾ മുതൽ ഇപ്പോൾ നമ്മൾക്ക് വായിക്കാം. ശ്ലോകം 21 2 വരിയും 22 23 ഈ 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. ഇനി ശ്ലോകം 22. യാവദേതാന്നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. യാവദേതാന്നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ശ്ലോകം 23. യോത്സ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. യോത്സ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. യുദ്ധത്തിന് തയ്യാറായി വില്ലു കയ്യിലെടുത്തിരിക്കുന്ന അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു: അല്ലയോ അച്യുത, രഥത്തെ 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. അച്യുതൻ എന്ന സംബോധന ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്.
അച്യുതൻ എന്നാൽ ഒരിക്കലും ച്യുതി ഇല്ലാത്ത അല്ലെങ്കിൽ സ്വരൂപനാശമില്ലാത്ത നിത്യനാണ് ഭഗവാൻ എന്നതാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് തന്നെ നയിക്കുന്നത് എന്ന ബോധം അർജുനൻ്റെ ഉള്ളിൽ നല്ലതുപോലെയുണ്ട്. അർജുനന് ഭഗവാനിലുള്ള വിശ്വാസത്തെയും അതുമൂലമുള്ള ശുഭാപ്തി വിശ്വാസത്തെയുമാണ് ഇത് കാണിക്കുന്നത്. അർജുനൻ കൃഷ്ണനോട് ആജ്ഞാപിക്കുകയാണ് ഇവിടെ, ഹേ അച്യുത, എൻ്റെ രഥം 2 സേനകൾക്കും മധ്യത്തിലായി നിർത്തുക എന്ന്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത എന്നാണ് പറയുന്നത്. കൗരവസേന ദൂരെയായതിനാൽ അവരുടെ മുഖങ്ങൾ വ്യക്തമായി കാണാൻ അർജുനന് സാധിക്കുന്നില്ല. ഈ മഹായുദ്ധത്തിൽ രണസമുദ്യമേ, തനിക്ക് ആരൊക്കെയായാണ് പൊരുതേണ്ടതെന്ന് നേരിട്ട് കണ്ട് വിലയിരുത്താൻ അർജുനൻ ആഗ്രഹിക്കുന്നു. കൈർമയാ സഹ യോദ്ധവ്യം, ആരൊക്കെയായാണ് നേരിട്ട് പൊരുതേണ്ടതെന്ന് കാണുവാനാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്. ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കുന്ന മറ്റു രാജാക്കന്മാരെയും സുഹൃത്തുക്കളെയും യുദ്ധേ പ്രിയ ചികീർഷവഹ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അവരെ എല്ലാം കാണുകയും കൂടിയാണ് അർജുനൻ്റെ ലക്ഷ്യം. അർജുനൻ കൗരവരെ ദുർബുദ്ധികൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഘട്ടം വരെ അർജുനൻ ഈ യുദ്ധത്തെ ബന്ധുക്കൾ തമ്മിലുള്ള പോരാട്ടമായല്ല കാണുന്നത്, മറിച്ച് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ്. അരക്കില്ലം മുതൽ പാണ്ഡവരെ നശിപ്പിക്കാൻ ശ്രമിച്ച കൗരവരുടെ അധർമ്മത്തോടുള്ള ദേഷ്യം അർജുനൻ്റെ രക്തത്തിൽ തിളയ്ക്കുന്നുണ്ട്. ഭീഷ്മരും ദ്രോണരും തൻ്റെ ഗുരുക്കന്മാരും ബഹുമാനിക്കപ്പെടേണ്ടവരും എല്ലാം ആണെങ്കിലും അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കണമെന്ന കാര്യത്തിൽ അർജുനന് ഉറച്ച ഒരു ബുദ്ധിയുണ്ടായിരുന്നു, വ്യക്തതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സൈന്യങ്ങളുടെ മധ്യത്തിൽ രഥം നിർത്തി എല്ലാവരെയും ഒന്ന് വിസ്തരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത്. തനിക്കെതിരായി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന കെങ്കേമന്മാരായ യോദ്ധാക്കളും സേനാപതിമാരും ആരൊക്കെയാണെന്ന് സശ്രദ്ധം നിരീക്ഷിക്കുവാൻ തുനിയുകയാണ് അർജുനൻ. ദുർബുദ്ധിയായ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ എത്തിച്ചേർന്നവരെ എന്ന് കാണട്ടെ എന്ന് അർജുനൻ്റെ ധ്വനിയുമുണ്ട്. അതിബുദ്ധിമാനായ യോദ്ധാവാണ് അർജുനൻ. മഹത്തായ ഒരു യുദ്ധത്തെ ഒരിക്കലും നിസ്സാരമായി കാണുകയില്ല. ഈ സമയം വരെ അർജുനന് നല്ലവണ്ണം അറിയാം, അധർമ്മത്തിനെതിരെ ധർമ്മയുദ്ധം ചെയ്യാനാണ് താൻ പോകുന്നത്. അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരെ നിശേഷം ഇല്ലാതാക്കാനും തയ്യാറാണ്. ഈ നിമിഷം വരെ അർജുനൻ വികാരാധീനനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ബന്ധുക്കളെ കൊലപ്പെടുത്തേണ്ടി വരുമെന്നതിൽ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നിയിരുന്നുമില്ല. അധർമ്മത്തെ നശിപ്പിക്കുന്നത് ധർമ്മസംരക്ഷണത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഗീതയുടെ ഈ സന്ദർഭം നമുക്കേവർക്കും സുപരിചിതമായത് തന്നെയാണ്. ജീവിതമാകുന്ന കുരുക്ഷേത്രഭൂമിയിൽ ആയുധമേന്തിയ അർജുനന്മാരാണ് നാം എല്ലാം. ആത്മമിത്രമായി സന്തത സഹചാരിയായി ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ നാം വിജയിക്കും. ഇനി അർജുനൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ കൃഷ്ണൻ എന്തു ചെയ്തു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ കാണുന്നത്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.